Welcome back, my dear students, on a new lecture on Laplace transform. ഈ ലെക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും കൺവല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. That class of equation is integral equation. So first of all, we need to understand what is an integral equation. So an integral equation, it's an equation in which the unknown function y of t appears under the integral. So നമ്മൾ ഒരു ഇക്വേഷൻ്റെ അകത്ത് ലെറ്റ്സ് സേ y of t is equal to എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പറയുന്നു which is equal to integral 0 to t y of u into some f of u du. ഈ ഇക്വേഷൻ്റെ അകത്തു നമുക്ക് y of tയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ എന്ന് വെച്ചോളൂ. ഇവിടുത്തെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ y of t ഉണ്ട്, പക്ഷേ ഇവിടെയും y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ ഇവിടെ y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് അണ്ടർ ദ ഇൻ്റഗ്രൽ. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ടെക്നിക്ക് വേണം. ഓക്കെ, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണമായി dy ബൈ ഡി എക്സ് പ്ലസ് സംതിങ് ഈസ് ഈക്വൽ ടു 0 അങ്ങനെയുള്ള എക്സ്പ്രഷനാണ്. സോ ദ അൺനോൺ ഫംഗ്ഷൻ y കംസ് അണ്ടർ ദ ഡെറിവേറ്റീവ് ആണ്. അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ സെയിം ഇൻ ദ കേസ് ഓഫ് ഇൻ്റഗ്രൽസ്. Unknown function comes under the integral sign, then we call the such type of equations as integral equation. ഇതാണ് ജനറലി ഒരു സിമ്പിൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ്. ഇവിടെ എഫ് ഓഫ് യു നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തരുന്ന ഒരു കേസിൽ നമ്മൾ എങ്ങനെ ഇൻ്റഗ്രൽ ഇക്വേഷൻസിനെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ കൺവല്യൂഷൻസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ integral equation is an equation in which the unknown function or the function which we want to find comes under the integral sign. അങ്ങനെയുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് ഇന്റഗ്രൽ ഇക്വേഷൻസ് എന്ന് സിമ്പിൾ ആയിട്ട് വൺ വേർഡിൽ പറയാം. സോ ഹൗ ടു സോൾവ് ദിസ് ഇന്റഗ്രൽ ഇക്വേഷൻ യൂസിങ് കൺവല്യൂഷൻസ്, ദാറ്റ്സ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു മച്ച് ഡീറ്റെയിൽസ് വി വിൽ ട്രൈ ടു സോൾവ് എ പ്രോബ്ലം യൂസിങ് ദിസ് കണ്ടീഷൻസ്. ഓക്കെ, നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി പറയാതെ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് അതിലൂടെ തിയറി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. സോൾവ് ദ ഇന്റഗ്രൽ ഇക്വേഷൻ. Y of t is equal to t plus integral 0 to t y of tau sin t minus tau dt. സോ ഈ ഇന്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇവിടെ വൈയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y ഓൾസോ കംസ് അണ്ടർ ദ ഇന്റഗ്രൽ സൈൻ. സോ ദിസ് ഇസ് എൻ ഇന്റഗ്രൽ ഇക്വേഷൻ. സോ യു ഹാവ് ടു സോൾവ് ദിസ്. സോ സൊല്യൂഷൻ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ഒബ്സർവേഷൻ ആണ് വരുന്നത്. കൺസിഡർ ദ സെക്കൻഡ് പാർട്ട്. ഈ പാർട്ടിനെ കൺസിഡർ ചെയ്യുക. ഇന്റഗ്രൽ 0 ടു ടി y ഓഫ് ടോ ഇൻറ്റു സൈൻ ടി മൈനസ് ടോ. സോ ഇവിടെ ദിസ് ഈസ് ആക്ച്വലി ദ ഡെഫിനിഷൻ ഓഫ് കൺവല്യൂഷൻസ്. ഇവിടെ യുവിന് പകരം ടോ വന്നതേ ഉള്ളൂ. ഇന്റഗ്രേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് വേരിയബിൾസ്. സോ ദിസ് ഈസ് ആക്ച്വലി ദ ഡെഫിനിഷൻ ഓഫ് y സ്റ്റാർ സൈൻ ടി. ഓക്കെ, അല്ലെങ്കിൽ y ഓഫ് ടി സ്റ്റാർ സൈൻ ടിയുടെ ആൻസർ ആണിത്. സോ നമ്മൾ ഇക്വേഷൻ്റെ അകത്ത് ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. സോ എല്ലാ ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ ഇക്വേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദിസ് തിങ്. ഇന്റഗ്രൽ ഉള്ള പാർട്ടിനെ കൺവല്യൂഷൻസിൻ്റെ ടേംസിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, സോ ദ ഇന്റഗ്രൽ ഇക്വേഷൻ ഈസ് the integral equation becomes y of t is equal to t plus y of t star sin t. ഇതാണ് ഇന്റഗ്രൽ ഇക്വേഷൻ.
സോ ദിസ് ഈസ് സ്റ്റെപ്പ് നമ്പർ 1. ഇനി സ്റ്റെപ്പ് നമ്പർ 2ൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷനെ നമ്മളൊരു കൺവല്യൂഷൻസിൻ്റെ ടേംസിലാക്കി. ഓക്കെ, അപ്പോൾ ഈ കൺവല്യൂഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി കൺവല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, സോ നൗ കൺവല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ എൽ ഓഫ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ഓഫ് എസ് എന്ന് കൊടുക്കുക. നൗ ഇവിടെ രണ്ടാമത് വരുന്ന ഫംഗ്ഷൻ എൽ ഓഫ് സൈൻ ടി ആണ്. ഓക്കെ, സോ എൽ ഓഫ് സൈൻ ടിയുടെ വാല്യൂ നമുക്കറിയാം, വിച്ച് ഈസ് 1 divided by s square plus 1 square, that is s square plus 1. ഓക്കെ, സോ നമുക്ക് ഇവിടെ കൺവല്യൂഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൻ്റെ അകത്ത് അപ്ലൈ Laplace transform in the given equation. So L of y of t is equal to L of t plus y star sin t. Linearity property വെച്ചിട്ട് right side can be written as L of t plus L of y star sin t. ഓക്കെ, നൗ എൽ ഓഫ് വൈ സ്റ്റാർ സൈൻ ടിയുടെ വാല്യൂ നമുക്ക് അറിയണം. ഓക്കെ, സോ എൽ ഓഫ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ഓഫ് എസും എൽ ഓഫ് സൈൻ ടി ഈസ് ഈക്വൽ ടു സം 1/s² plus 1 വിച്ച് ഈസ് ജി ഓഫ് എസും ആണെങ്കിൽ എൽ ഓഫ്, നമ്മൾ കൺവല്യൂഷൻ തിയറം അനുസരിച്ച് എൽ ഓഫ് വൈ ഓഫ് ടി സ്റ്റാർ സൈൻ ടി ഷുഡ് ബി ഈക്വൽ ടു y of s into g of s, that is L of y of t times L of sin t. ഇതാണ് ബൈ കൺവല്യൂഷൻ തിയറം. ഓക്കെ, സോ ദിസ് തിങ് ബിക്കംസ് y of sന്റെ വാല്യൂ നമുക്ക് കണ്ട് അറിയില്ല, പക്ഷേ g of sന്റെ വാല്യൂ അറിയാം. g of s is 1/s² plus 1. സോ ഇതിന് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുന്നു. സോ a becomes, a implies L of y of t is capital Y of s is equal to L of t is 1/s² ആണ് L of t plus L of y star sin t is actually Y of s into 1/s² plus 1. ഇങ്ങനെ കൺവല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് വൈ ഓഫ് എസിൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 2. ഓക്കെ, സോ ഇനി നമ്മൾ വൈ ഓഫ് എസിൻ്റെ ടേംസിൽ ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് വൈ ഓഫ് എസ് മൈനസ് 1/s² plus 1 വൈ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s². ദാറ്റ് ഈസ് വൈ ഓഫ് എസ് ഇൻറ്റു 1 minus 1/s² plus 1 is equal to 1/s². That is y of s into LCM എടുക്കുമ്പോൾ s² plus 1 minus 1 divided by s² plus 1 is equal to 1/s². So that is y of s is equal to y of s into s² plus 1 minus 1 is s² divided by s² plus 1 is equal to 1/s². So this implies y of s is equal to, ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ന്യൂമറേറ്ററിലുള്ള s² ഡിനോമിനേറ്ററിലാകും, ഡിനോമിനേറ്ററിലുള്ള s² plus 1 ന്യൂമറേറ്ററിലാകും. സോ s² plus 1 into s² into s², that is s² plus 1 divided by s raised to 4. So that is y of s is equal to, split ചെയ്യുമ്പോൾ s² divided by s raised to 4 plus 1/s raised to 4, that is 1/s² plus 1/s raised to 4. ഓക്കെ, സോ y of sന്റെ വാല്യൂ കണ്ടുപിടിക്കുക ഇൻ ടേംസ് ഓഫ് s ആണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, ഇനി നമ്മൾ എടുത്തത് y of s is equal to L of y of t. ഈ y of t ആണ് നമ്മുടെ ആക്ച്വൽ സൊല്യൂഷൻ. ഓക്കെ, സോ സൊല്യൂഷൻ y of t is equal to L inverse of capital Y of s, that is L inverse of 1/s² plus 1/s raised to 4, that is
ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് L inverse of 1 by s square plus L inverse of 1 by s raised to 4. L inverse of 1 by s square is t. L inverse of 1 by s raised to 4 is actually 1 by 4 minus 1, 3 factorial into t cube. That is t plus 1 by 6 into t cube. So this is the solution, y of t. So നമ്മുടെ ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ t plus 1 by x into t cube ആണ്. ഓക്കെ, സോ ദ സ്റ്റെപ്സ് ആർ ഇന്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, ഇന്റഗ്രലിന്റെ പാർട്ടിനെ കൺവല്യൂഷൻസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, കൺവല്യൂഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. അപ്പോൾ ഇന്റഗ്രൽ ഇക്വേഷൻസിനെ കൺവല്യൂഷൻസിന്റെ ഫോമിലേക്ക് മാറ്റി. അപ്പോൾ ഇന്റഗ്രൽ ഇക്വേഷൻ ബിക്കംസ് എ കൺവല്യൂഷൻ. ഓക്കെ, അപ്പോൾ കൺവല്യൂഷൻ ഉള്ള ഇക്വേഷൻ ആയിട്ട് മാറും. ഇതിന്റെ അകത്തുനിന്ന് y കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. അടുത്ത സ്റ്റെപ്പിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് കൺവല്യൂഷൻസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് y ഓഫ് എസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വാല്യൂ എഴുതുന്നു. എന്നിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് നമ്മൾ y ഓഫ് എസിന്റെ വാല്യൂ അല്ലെങ്കിൽ y ഓഫ് ടിയുടെ വാല്യൂ, സൊല്യൂഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദിസ് ഈസ് ദ സ്റ്റെപ്സ്. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് വൺ മോർ പ്രോബ്ലം. സോ ക്വസ്റ്റ്യൻ: solve y of t is equal to t cube plus integral 0 to t sin t minus u y of u du. So നമുക്ക് സോൾവ് ചെയ്യാം. We know integral 0 to t sin t minus u into y of u du is equal to sin t star y of t, അല്ലെങ്കിൽ y of t star sin t ആണ്. ഓക്കെ, സോ അപ്പോൾ the given equation becomes y of t is equal to t cube plus sin t star y of t എന്ന് കിട്ടും. ഓക്കെ, നൗ അടുത്ത സ്റ്റെപ്പ് അപ്ലൈയിങ് ലാപ്ലേസ്. ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് y ഓഫ് ടിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ L ഓഫ് y of t is equal to ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് L of t ക്യൂബ് പ്ലസ് L of sin t star y of t. ഓക്കെ, സോ L of sin t യുടെ വാല്യൂ നമുക്കറിയാം, വിച്ച് ഈസ് 1 by s സ്ക്വയർ പ്ലസ് 1. L of y of t y of s എന്ന് കൊടുക്കുന്നു. സോ ബൈ കൺവല്യൂഷൻ പ്രോപ്പർട്ടി വെച്ച് L of sin t star y of t is equal to L of sin t into L of y of t. So which is equal to 1 by s square plus 1 into y of s. So apply ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ എക്ക് അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. Substitution in equation number A, we get L of y of t പകരം y of s is equal to L of t cube. L of t cube is actually equal. So this is 3 factorial divided by s raised to 3 plus 1. This is 4. Since L of t raised to n is equal to n factorial divided by s raised to n plus 1. Okay, plus L of sin t into y of t കണ്ടുപിടിച്ചിട്ടുണ്ട്. This is y of s into 1 by s square plus 1. y of s ടേംസിൽ ഒരുമിച്ച് കൊണ്ടിരുന്നു. That is y of s minus y of s into 1 by s square plus 1 is equal to 3 factorial divided by s raised to 4. So this is y of s into 1 minus 1 by s square plus 1 is equal to 3 factorial divided by s raised to 4. So with this y of s into ഇത് മുമ്പേ ചെയ്തതാണ് s square divided by s square plus 1
is equal to 3 factorial divided by s raised to 4. So that is y of s is equal to ഇവിടുത്തെ s square right സൈഡിലേക്ക് കൊണ്ടുവന്ന് s square plus 1 right സൈഡിലേക്ക് കൊണ്ടുവന്നു. So 1 by 3 factorial into s square plus 1 divided by s raised to 4 into s raised to 2 is s raised to 6. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആകും, ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈ. ഓക്കെ, സോ ദിസ് ഈസ് 1 by 3 factorial into സ്പ്ലിറ്റ് ചെയ്യുന്നു s square divided by s raised to 6 plus 1 by s raised to 6. So this is 1 by 3 factorial into 1 by s raised to 4 plus 1 by s raised to 6. This is y of s. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആക്ച്വലി നമുക്ക് എൽ ഓഫ് വൈ ഓഫ് ടി ആണ് വൈ ഓഫ് എസ് നമ്മൾ എടുത്തത്. സോ എൽ ഇൻവേഴ്സ് ഓഫ് വൈ ഓഫ് എസ് ആണ് ആക്ച്വലി y of t. So that is L inverse of solution is 1 by 3 factorial into 1 by s raised to 4 plus 1 by s raised to 6. So 1 by 3 factorial വെളിയിലെടുത്താൽ 1 by 3 factorial into L inverse of 1 by s raised to 4 plus L inverse of 1 by s raised to 6 by linearity property. So this is equal to 1 by 3 factorial into 1 by s raised to 4 into 4 minus 1 3 factorial. So നമ്മളിവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. 1 by 3 factorial അല്ല, സോ 3 factorial ആണ്. I made a mistake right there, sorry. So this is 3 factorial into, this is 3 factorial into, so 1 by 3 factorial അല്ല, 3 factorial. 3 factorial into, here also 3 factorial into 3 factorial. So this is 3 factorial into L inverse 1 by s raised to 4 plus 3 factorial into L inverse 1 by s raised to 6. Okay, now L inverse of 1 by s raised to n plus 1 is equal to t raised to n by n factorial. So ഇവിടെ ഫസ്റ്റ് കേസിൽ n is equal to 3 ആണ്, അടുത്ത കേസിൽ n is equal to 5 ആണ്. So the answer becomes y of t is equal to 3 factorial into t cube by 3 factorial plus 3 factorial into t raised to 5 by 5 factorial. So this is 3 factorial, 3 factorial cancel ചെയ്യുമ്പോൾ 3 factorial plus 3 factorial 5 factorial നെ നമുക്ക് 3 factorial divided by 3 factorial into 4 into 5 എന്ന് എഴുതാം into t raised to 5. This is t cube. 3 factorial cancel ആക്കി കളയുമ്പോൾ plus 1 by 20 into t raised to 5. So y of t is equal to t cube plus 1 by 20 into t raised to 5. This is the solution. So let's move on to another question. Solve y of t is equal to 1 plus integral 0 to t y of tau d tau. Okay, so ഇവിടുത്തെ ഇന്റഗ്രൽ പാർട്ട് എടുക്കുക. സ്റ്റെപ്പ് 1 അകത്ത് ഇന്റഗ്രൽ 0 to t y of tau d tau. So is equal to integral 0 to t y of tau into 1 into d tau എന്നെടുക്കുക. സോ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്നുള്ളത് y of tയും സെക്കൻഡ് ഫംഗ്ഷൻ g of t എന്നുള്ളത് 1 എന്ന് കൊടുക്കുക. ദെൻ g of t മൈനസ് tau എന്നുള്ളതും 1 തന്നെയായി, കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ത് വാല്യൂ ഡൊമൈനിൽ ചേഞ്ച് ചെയ്താലും ആൻസർ വിൽ ബി സെയിം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് y of t star 1 എന്ന് എഴുതാം. Okay, now substituting, so the equation becomes y of t plus y of t is equal to 1 plus y of t star 1. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സോ അപ്ലൈയിങ് ലാപ്ലേസ്, we get
L of y of t is equal to L of 1 plus L of y of t star. L of y of t ക്ക് y of s എന്ന് കൊടുക്കുന്നു. Y of s is equal to L of 1 ന്റെ Laplace transform is 1 by s plus L of y of t star 1നെ നമുക്ക് L of y of t into L of 1 എന്ന് എഴുതാം using convolution theorem. Okay. So first function ഇവിടെ y of t, second function 1 പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. പിന്നെ f of s into g of s, where f of s is L of y of t and g of s is this. So നമ്മളിവിടെ y of t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം y of s എന്നാണ് എടുത്തത്. So this is 1 by s plus this is y of s into 1 by s. So y of s ന്റെ ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു. So y of s minus 1 by s y of s is equal to 1 by s. So this implies y of s into 1 minus 1 by s is equal to 1 by s. So this is implies y of s into s minus 1 divided by s is equal to 1 by s. That is y of s is equal to ഇതപ്പുറത്ത് കൊണ്ടുപോകുന്നു s divided by s minus 1 into s. That is 1 by s minus 1. So y of s ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. So y of s is equal to 1 by s minus 1. The solution y of t is equal to L inverse of y of s. That is L inverse of 1 by s minus 1. 1 by s minus 1 ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ e റേസ് ടു t ആണ്. 1 by s minus എയുടേത് e റേസ് ടു at ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 വന്നു. So this is e റേസ് ടു t. So solution is actually e raised to t. Next question. Solve y is equal to t e raised to t minus 2 e raised to t into integral 0 to t e raised to minus tau y of tau d2. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഇന്റഗ്രൽ ഇക്വേഷൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്തെ പാർട്ട് എടുക്കുക. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് y ഈസ് ഈക്വൽ ടു ടി ഇ റൈസ് ടു ടി. ഇനി ഇതകത്ത് ഇ റൈസ് ടു ടി അകത്തോട്ട് കൊടുക്കുന്നു. മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഇ റൈസ് ടു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടോ y of tau d2. That is t raised to t minus 2 into integral 0 to t e raised to t minus tau y of tau d2. കാരണം നമുക്ക് f of t minus tau g of t dt എന്നുള്ള ഫോമിലാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ t minus tau എന്നുള്ള ഫോമിലല്ല വന്നത്. അതുകൊണ്ടാണ് e raised to t അകത്തോട്ട് കൊടുത്തത്. ഓക്കെ, so take integral 0 to t e raised to t minus tau y of tau d2. This can be written as ഇത് കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് which is actually e raised to t star y of t. So by the definition of convolution. So നമുക്ക് integral equation can be written as y is equal to t e raised to t minus 2 e raised to t star y of t എന്ന് എഴുതാൻ സാധിക്കും. This is the first step. Okay, so applying Laplace transform. Laplace transform apply ചെയ്യുമ്പോൾ L of y is equal to L of t raised to t minus 2 into L of e raised to t star y of t. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ എൽ ഓഫ് വൈയെ നമ്മൾ ക്യാപിറ്റൽ y of s എന്ന് കൊടുക്കുന്നു.
L of ഇനി അടുത്തത് e raised to at into t raised to n is equal to n factorial divided by s minus a the whole raised to n plus 1. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്, എൻ്റെ സ്ഥാനത്ത് 1 ആണ്. സോ ദിസ് ഈസ് L of t raised to at is actually 1 factorial, which is 1 divided by s minus 1 the whole square. Okay. Minus 2 into L of e raised to t into y of t. L of e raised to t star y of t is by convolution property. This is L of e raised to t into L of y of t. Okay. So this is 1 by s minus 1 the whole square minus 2 into L of e raised to t is 1 by s minus 1. This is y of s. Y of s in the terms എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. ദാറ്റ് ഈസ് y of s ഇവിടുത്തെ മൈനസ് അപ്പുറത്തും പ്ലസ് പ്ലസ് 2 by s minus 1 y of s is equal to 1 by s minus 1 the whole square. So y of s കോമ എടുക്കുമ്പോൾ y of s into 1 plus 2 by s minus 1 is equal to 1 by s minus 1 the whole square. So y of s into this is s minus 1 plus 2 divided by s minus 1 is equal to 1 by s minus 1 the whole square. So this is y of s into s plus 1 minus 1 plus 2 is plus 1 divided by s minus 1 into 1 by s minus 1 the whole square. ഇനി ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ y of s is equal to s plus 1 ഡിനോമിനേറ്ററിൽ പോവും. സോ 1 by s plus 1 into s minus 1 ന്യൂമറേറ്ററിൽ പോവും. സോ s minus 1 divided by s minus 1 the whole square. ഒരു s minus 1 ക്യാൻസൽ ആക്കി കളഞ്ഞാൽ സോ ആൻസർ ഈസ് 1 by s plus 1 into s minus 1. So that is y of s is equal to നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് a plus b into a minus b, that is a square minus b square, that is a square minus 1 square. So ഇതിൽ നിന്ന് y of t is equal to L inverse of capital Y of s, that is L inverse of 1 by s square minus 1 square. So this is y of t is equal to L inverse of 1 by s square minus 1 square. So L inverse of a divided by s square minus a square is actually sin h at, hyperbolic sine function. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 വന്നതേ ഉള്ളൂ. So which is, this is sin h t. So solution y of t is equal to actually sin h t. So ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. So I hope you understood. I hope you all had a wonderful time studying Laplace transform. If you have any doubts, please contact me. Solve all exercise problems. Thank you.